ആഴക്കടൽ ഖനനം എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയായി മാറുന്നത്? കൊല്ലത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കൊല്ലം വാടിക്കടപ്പുറത്ത് നിന്നും ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ് ദിലീപ്. വാടിക്കടപ്പുറത്ത് നിന്ന് ഒരുപാട് മത്സ്യവിഭവങ്ങൾ കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്താണ്? അവരുടെ എതിർപ്പ് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺകുമാർ, ഞാൻ കൊല്ലം വാടി കടപ്പുറത്ത് നിന്ന് ഒന്ന് ബോട്ടിൽ കയറി മത്സ്യത്തൊഴിലാളികളോടൊപ്പം കടലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ഒരു ദിവസം കടലിൽ ഇറങ്ങിയാൽ അറിയാം, അല്ലെങ്കിൽ കടലിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം പോയാൽ അറിയാം അവരുടെ കഷ്ടപ്പാട്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചല്ലോ, 12 മണി മുതൽ 3 മണി വരെ ആരും പുറത്തിറങ്ങരുതെന്ന്. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ കടലിൽ മല്ലി പിടിച്ചുകൊണ്ട് മത്സ്യത്തെ പുറത്തെത്തിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു നിയമങ്ങൾ പോലും ഇവർക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇപ്പോൾ ഈ കൊല്ലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, കൊല്ലത്ത് ഈ കടൽ മണൽ ഖനനം കാര്യമായി ബാധിക്കുന്നത് മത്സ്യസമ്പത്തിനെയാണ്. അവരുടെ ഈ കൊല്ലം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ, ഏകദേശം 1,00,000-ലധികം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. നമ്മളോടൊപ്പം തന്നെ 2 മത്സ്യത്തൊഴിലാളികളുണ്ട്, കടലിൽ പോകുന്നവരാണ്. ഇവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ, ഈ കടൽ മണൽ ഖനനം എങ്ങനെയായിരിക്കും നിങ്ങൾ ഇതിനെ എതിർക്കുക? ഈ പരപ്പിലാണ് ആദ്യം തുടങ്ങുന്നത്. അതായത് ഞങ്ങൾ പത്രത്തിലൊക്കെ വായിച്ച് കേട്ടതോടത്തോളം മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, ഈ കൊല്ലത്ത് ഈ മണൽ ഖനനത്തിന് വളരെ ശക്തമായിട്ട് മത്സ്യത്തൊഴിലാളി സമൂഹം മുഴുവനും എതിർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബവും അതുമായിട്ടുള്ള അനേക കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ ഇതിനകത്ത് ഈ ജീവിതമാർഗം മുട്ടാൻ പോവുകയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് എന്ത് വില കൊടുത്തും നമ്മൾ എന്ത് ചെയ്യും? ഇത് ശക്തമായ രീതിയിൽ ഇതിനെ എതിർക്കും. അതിന് ഒരു പക്ഷേ ജീവൻ മരണ പോരാട്ടം ഇവിടെ നടന്നാൽ പോലും ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിനെ ശക്തമായ രീതിയിൽ ഇതിനെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. 27-ാം തീയതി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സമരത്തിനൊക്കെ ഞങ്ങൾ മുഴുവൻ, അതായത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിനകത്ത് രംഗത്ത്. സംഘടനാപരമായി നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ എതിർക്കുക? ഞാൻ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ്. എൻ്റെ പേര് ചാൾസ് ജൂലിയാണ്. ഈ മണൽ ഖനനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിത ഉപാധികൾ മൊത്തം കാര്യം ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ, അതായത് ഞങ്ങളുടെ മത്സ്യബന്ധനം, അതായത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 745 ദശലക്ഷം ടൺ മണൽ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീനിൻ്റെ പ്രജനനം, അതായത് പരപ്പ് മുതൽ അഴീക്കൽ വരെയുള്ള ഭാഗങ്ങളാണ് മീനിൻ്റെ പാരപ്പറ്റ്. അവിടെ വന്നിട്ടാണ് ഈ മീൻ വന്ന് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്നാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാണ്ടാകും. ഞങ്ങൾ അവിടെ പോയി മീൻ പിടിക്കാൻ ഞങ്ങൾക്ക് കടലിൽ മീൻ വേണ്ടേ? ഒന്നാമത് മത്സ്യയാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വർധനവും. രണ്ടാമത് എണ്ണ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നില്ല, ലഭ്യതയില്ല. അതിൻ്റെ എണ്ണയുടെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എണ്ണയുടെ വില കയറ്റം. അതുകൂടാണ്ട് ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി സമൂഹം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഉപജീവന മാർഗമാണിത്. ഈ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിൽ ഉത്തരവാദിത്തം പറയേണ്ടത് നിങ്ങളാണ്, ഈ സർക്കാരുകളാണ്. നിങ്ങൾ പറയൂ, ഞങ്ങളുടെ ഈ ഉപജീവന മാർഗം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വേറൊരു തൊഴിലോ വേറൊരു കാര്യങ്ങളോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് വർഷങ്ങളായി ഈ പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങളുടെയൊക്കെ അപ്പന്മാരുടെ കാലഘട്ടം മുതലേ ഞങ്ങളെല്ലാവരും മത്സ്യബന്ധനം കൊണ്ടാണ് ജീവിക്കുന്നത്. അതല്ലാതെ മറ്റൊരു തൊഴിലും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കടലിലെ സമ്പത്തും തന്നെയാണ്. വേറെ ഒരു വരുമാനവും ഞങ്ങൾക്ക് ഇതുപോലെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കടലിനകത്ത് നിന്ന് ഈ പറയുന്ന മണൽ ഖനനം എന്ന് പറയുന്നത് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. മത്സ്യത്തൊഴിലാളി സമൂഹം മാത്രമല്ല, ഈ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കൊല്ലം തീരം മുഴുവനും ഇതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും അറിയും ഇതുകൊണ്ട് ബാധിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഈ ടൗണിലുള്ള മുഴുവൻ വ്യവസായത്തെ ഇത് ബാധിക്കും. അത് ചെറിയ കാര്യമല്ല. ഇത് എല്ലാ തരം ബിസിനസ്സുകളും എന്ത് ചെയ്യുന്നില്ല. ഒരു ചെറിയ പെട്ടിക്കട പോലും, അതായത് മത്സ്യത്തൊഴിലാളികൾ ഇവിടുന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ചെല്ലുന്ന ഒരു സാധാരണക്കാരൻ്റെ കടയിൽ ചെന്നൊരു ചായ മേടിച്ചു കുടിക്കും. ആ ചായക്കടക്കാരൻ്റെ കച്ചവടം പോലും എന്ത് ചെയ്യും? ഇല്ലാതായി പോകും. റൈറ്റ്.